ഹായ് കിഷോറേട്ടാ, വെൽക്കം ടു കോമഡി മാസ്റ്റർ. താങ്ക് യു എവരിബഡി, താങ്ക് യു സോ മച്ച് ഗോപിക. എനിക്ക് 3 പേരെയും മുന്നേ തന്നെ അറിയാമായിരിക്കും, ഞാൻ ഇനി പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കിഷോർ നമ്മള് ഷോ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഷോ ചെയ്തിട്ടുണ്ട്. നാദിക്കയുടെ കാസറ്റിലാണ്. നാദിക്കയാണ് എന്നെ ദേമാവലി കൊമ്പത്ത് 9ാം ഭാഗത്തില് കൊല്ലം കിഷോർ എന്നുള്ള പേര് നൽകിയത്. പ്രചോദേട്ടന്റെ കൂടെ ഒരുപാട്, ജാഫർഗയുടെ ഇടുക്കിയിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ജാഫർഗയുടെ വീട്ടിൽ പോയിരുന്നു ഞാൻ ഭക്ഷണം കഴിച്ചു. അപ്പൊ ഈ കൂട്ടത്തിൽ ഞാനാണ് ഒരു അന്യം. കിഷോറിനെ കണ്ടപ്പോ ഭയങ്കര അതിശയം തോന്നുന്നു. കിഷോർ അമേരിക്കയിലായിരുന്നു. അമേരിക്കയിൽ നിന്ന് എന്നാണ് വന്നത് കിഷോറെ? അമേരിക്കയിൽ നിന്ന് ഇപ്പൊ 2-3 തവണ വന്നു. ഇപ്പൊ വന്നത് ഒരു 1.5 മാസമായി. ഇപ്പൊ എല്ലാവരെയും നല്ല രീതിയിൽ അറിയാം. എനിക്ക് തോന്നുന്നു എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ കിഷോറേട്ടന്റെ മുകേഷ് ഏട്ടനും നമ്മുടെ കൽപ്പന ചേച്ചിയുടെ അതൊക്കെയാണ് എനിക്ക് ഓർമ്മയുള്ളത്. അതൊക്കെ ചെയ്തിട്ടാണ് നാദിക്ക കാസറ്റിലേക്ക്. അപ്പൊ നമുക്ക് മുകേഷ് ഏട്ടന്റെയും കൽപ്പന ചേച്ചിയുടെ ആ ഒരു ഇതിൽ തുടങ്ങാം. ഓക്കെ, മാലുവിനറിയൂ, ഇന്നലെ എനിക്ക് ഒരു പൊടി ഉറങ്ങാൻ പറ്റിയില്ലടേ. നിന്നോടാ പറഞ്ഞ് തമാശകളാ, എന്നിട്ട് ഐ ലവ് യു എന്നങ്ങ് പറയടേ. പുല്ല് എന്തോന്ന് എന്റെ അമ്മേ. അല്ല കിഷോറെ, ഗംഭീരം കേട്ടോ. ഇപ്പോഴും ആ ടച്ച് വിട്ടിട്ടില്ല. കുറെ ആളാ അമേരിക്ക പോയി. അപ്പൊ ഇനി കൽപ്പന ചേച്ചി. അപ്പൊ കൽപ്പന ചേച്ചിയുടെ ഇതുപോലെ തന്നെ ഒരുപാട് ഞാനിപ്പം വലിയ മാണസ്വാമി ഇങ്ങനെയൊക്കെയായിരുന്നു തുടങ്ങുന്നത്. അപ്പൊ അതിൽ നിന്ന് ഇതുവരെ ഞാൻ അവതരിപ്പിച്ചിട്ടില്ല. അത് കൽപ്പന ചേച്ചി പോലും ഭയങ്കര ടൈം എടുത്ത് ശ്വാസം പിടിച്ച് നിർത്തി ഭയങ്കര ഡബ് ചെയ്തൊരു സംഭവം, ഒരു സ്പീഡാണ്. എവിടം വരെ പോകുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് 8ാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു. പിന്നെ അമ്മയുടെ സ്നേഹം ഞാൻ ഇവിടെ വന്ന് അറിയുന്നത്. അമ്മയുടെ സ്നേഹം കുറച്ച് കാലം കൂടി അനുഭവിക്കുന്ന കരുതി എനിക്ക് നാടും വീടും പ്രാഞ്ചിന്ന് പപ്പയപ്പെട്ട് KSRTC 60-50 ദിവസം ഞാനിവിടെ വന്ന് ആർക്കും അത്ര പിടിച്ചിട്ടില്ല. എന്നാ പോയേക്കാം എന്ന് കരുതി ഇങ്ങനെ തീ പൊളിപ്പിക്കുമ്പോഴേ പീഡിപ്പിക്കണം. ഇതിനിച്ചിരി കഴപ്പാണ് അല്ലേ ശ്വാസം. ഇനി ആരാ? മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിട്ട് ചില താരങ്ങൾ എത്തുവാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ? അപ്പൊ ആദ്യം നമ്മുടെ മധുസാർ എത്തുകയാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് പോവാം. അല്ലിയെ കൊല്ലാൻ ശ്രമിക്കുന്ന ഗംഗയുടെ സാരിക്ക് തീ പിടിപ്പിക്കുന്ന മാടമ്പള്ളിയിലെ മാനസരോഗി, നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ അത് മറ്റാരുമല്ല, അത് നകുലന്റെ ഭാര്യ ഗംഗയാണ്. നിങ്ങൾക്കാർക്കും അതിന്റെ സീരിയസ്നെസ് മനസ്സിലാകാഞ്ഞിട്ടാ ഇന്നലെ അർദ്ധരാത്രി 12 മണിക്ക് തെക്കിനിയുടെ തെക്കേ മൂലയിൽ ഞാൻ മൂത്രമൊഴിക്കാനായിട്ട് പോകുമ്പോൾ ഗംഗ ഒരു വല്ലാത്തൊരു കൊലപാതക പ്രവണതയുമായി നിൽക്കുകയായിരുന്നു. എന്നെ കണ്ടത് ന്യൂറോസിസിൽ തുടങ്ങി സൈക്കോസിന്റെ ചിത്തഭ്രമത്തിന്റെ ചീത്തവിളിയുടെ സങ്കീർണമായ മേഖലകളിലൂടെ സഞ്ചരിച്ച് ഒരു വല്ലാത്തൊരു വിളിയാണ് എൻ്റെ അമ്മോ എന്നെ വിളിച്ച്. ഭാഷ തമിഴായോണ്ട് ഞാൻ ചമ്മിയില്ല. പക്ഷെ ഞാൻ 2 വിളി വിളിച്ചപ്പോൾ അവള് ചമ്മി. പക്ഷെ അവള് വീണ്ടും വരും. അവൾക്ക് വേണ്ടത് ബ്ലഡ്. അതുപോലെ തന്നെ നമ്മുടെ നസീർ സാറാണ് ഗംഗടുത്ത് 2 വാക്ക് സംസാരിക്കുന്നത്. എങ്ങനെയായിരിക്കും? പ്രിയമുള്ള ഗംഗയ്ക്കും ഗംഗയുടെ ബാധയ്ക്കും ഇവിടെ വരുവാനും നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാനും കഴിഞ്ഞതിൽ എനിക്കതിയായ സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഞാനിവിടെ വന്ന് നിങ്ങളെ കാണുവാൻ മാത്രമല്ല, മറിച്ച് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കാൻ ഗംഗയുടെ ബാധയ്ക്ക് സെൻസ് ഉണ്ടാകണം, സെൻസിറ്റിവിറ്റി ഉണ്ടാകണം, മിനിമം ഗ്രാറ്റുവിറ്റി എങ്കിലും ഉണ്ടാകണം. കളരി പരമ്പര ദൈവങ്ങളാണ്, മരിച്ചുപോയ കുഞ്ചാക്കോയാണ് ഞാൻ സത്യം ചെയ്ത് പറയുന്നു. ഇന്നേക്ക് 101 എന്നാൽ നീ ഈ ശരീരം വിട്ട് പോയിരിക്കണം. എന്ത് പറഞ്ഞടി? പോകില്ലെന്നു വരിനടി, കാണിച്ചു തരാമടി, വാടി. നീ നാഗവല്ലിയായി മാറുന്ന സമയത്ത് നൃത്തം ചെയ്യുമല്ലേടി? നിന്നേക്കാൾ നല്ല നൃത്തം ഞാൻ ചെയ്യുമടി, ദാ കാണടി. സൂപ്പർ. ഇതായിരുന്നു ലാസ്റ്റ് വൺ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഓക്കെ ആയിരുന്നു. ആണ് ആക്ച്വലി നാദിക്ക നമ്മള് ഇപ്പം പ്രചോദേട്ടാ, നമ്മൾ ഈ താരവിളയാട്ടത്തിനോടൊപ്പം തന്നെ താര തിരുമറി എന്നുള്ള ഒരു പുതിയൊരു സെഗ്മെന്റ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആദ്യം വോയിസ് ഓവർ കേൾക്കാം. പിന്നെന്താ? ഓക്കെ, വോയിസ് ഓവർ കേട്ടിട്ട് നമുക്ക് ബാക്കി ആരാ എന്താന്നൊക്കെ പറയാം. ഓക്കെ.
ഈ സംഭവം ലിറിക്സ് ചേട്ടൻ അറിയായിരിക്കും അല്ലേ? ലിറിക്സ് ഇങ്ങനെ അറിയാം. ഈ പാട്ട് MS തൃപ്പൂണിത്തുറ സാറ് പാടിയാൽ എങ്ങനെയിരിക്കും? MS തൃപ്പൂണിത്തുറ അത് പാടണം. അത് പാടണം. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരി സന്താവഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകപുരിയെ വിടെ വീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈക്കളുവിടെ. ശ്വാസം മുട്ടിട്ടേ എനിക്കായിരുന്നു എവിടെയെങ്കിലും തെറ്റിപ്പോവാനും ഒച്ച പോവോ ടെൻഷൻ. ഈ ശബ്ദം നമുക്ക് പിച്ചിലൊക്കെ ഹൈ കയറുമ്പോ ഒരു ഇത് ശരിക്കും പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രതിയെ പിടിച്ചിട്ടേ തോറത്ത് ചുറ്റിട്ട് പാടിയിട്ട് പോയാ മതി. മതി. സൂപ്പർ കേട്ടോ. അത് ഇച്ചിരി ടഫ് ആയിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ കിഷോറേട്ടൻ ചെയ്യും എന്നുള്ള ഒരു ആത്മവിശ്വാസമായിരുന്നു എനിക്ക്. സൂപ്പർ. പ്രജോദേട്ട, അപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുന്നു, എന്താണ് ഫീൽ ചെയ്തത്? ഇപ്പോഴും പഴയ ആള് തന്നെയാണോ? എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ? പഴയതിനേക്കാൾ ഒരു പടി കൂടി മുകളിലാണ് എന്ന് പറയും. കാരണം വെച്ചാല് എനിക്ക് തോന്നുന്നു അമേരിക്കനൊക്കെ ഇടയ്ക്ക് വെളുപ്പിനെ 2 മണിക്ക് വിളിച്ച് സ്റ്റാറിനെ കേൾപ്പിക്കുന്ന ഒരാൾ കിഷോറാണ്. വെളുപ്പിനെ 2 മണിക്ക് വിളിച്ചിട്ട് ഉറക്കമാണോ നമ്മൾ ഉണന്നല്ലോ, ഞാൻ പറഞ്ഞില്ല കിഷോറെ പറഞ്ഞോളാൻ പറയും, ചേട്ടാ ഒരു പുതിയ സ്റ്റാർ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ പറയുന്ന ഒരാളാണ് കിഷോർ. ഡെഡിക്കേഷൻ. പക്ഷെ ഒരുപാട് സന്തോഷം തോന്നിയ കാര്യം ഇപ്പം കിഷോറും നെൽസനും ഒക്കെ ആയിരുന്നു ആ സമയത്ത് ഒരുപാട് ഷോകൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇവർ കാരണം നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് കിട്ടി. അപ്പൊ ഇനി കിഷോർ പോകണ്ട, നമുക്ക് ഒന്നുകൂടെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ. കിഷോറേ, ദൈവമേ, ആ മുകേഷ് ചേട്ടൻ പറഞ്ഞ് ഞാൻ ഇതുപോലെ മുകേഷ് ചേട്ടന്റെ സൗണ്ട് പറഞ്ഞ് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഇപ്പൊ കുറച്ചുകൂടി അത് വൃത്തിയാക്കുവാ. അമേരിക്കയിൽ ചെന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അതിന്റെ എന്തോ ഉണ്ട്. അതെ, മുകേഷ് ചേട്ടൻ അമേരിക്കയിൽ പോകുമ്പോ അവിടുത്തെ ഫുഡ് കഴിക്കാറുണ്ട്. ആയിക്കോട്ടെ, ആയിക്കാലും സന്തോഷമുണ്ട്. നമ്മൾ സ്ഥിരം സ്റ്റേജ് ഷോസിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് സ്റ്റേജിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലുള്ള ഒരു വിഷമം എല്ലാവർക്കും ഉള്ളതാണ്. അതെങ്ങനെ മാനേജ് ചെയ്ത് അവിടെ മറ്റുള്ള സ്റ്റേജ് ഷോ അങ്ങനെ അധികം കിട്ടാറില്ലായിരുന്നു. പിന്നെ കുക്ക് ചെയ്യുമ്പോഴേ 2 സ്റ്റാറൊക്കെ പറഞ്ഞാലേ എനിക്കൊരു ഇൻട്രസ്റ്റ്. അതൊക്കെ എനിക്കൊരു ഉപദേശം തന്നായിരുന്നു മുകേഷ് ഏട്ടൻ്റെ. ഞാൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞില്ല, നീ പത്രങ്ങൾ വായിക്കുമ്പോൾ മുകേഷ് ഏട്ടൻ്റെ ഇതിൽ വായിക്കണം, അങ്ങനെ വായിച്ചു എന്നാലേ നല്ലൊരു അത് ഓസ്ട്രേലിയയിലെ കണ്ടൊരു ഷോയ്ക്ക് മുകേഷ് ഏട്ടൻ അതിന് വോയിസ് കൊടുക്കാനായിട്ട് അങ്ങാണ്ട് എന്നെ വിളിച്ചു തന്നൊരു. ഇതൊക്കെ നേരത്തെ ഞങ്ങളോട് പറഞ്ഞെന്നറിഞ്ഞെങ്കിലേ ഈ പൊരുളൊക്കെ ഞാനും ഒക്കെ അമേരിക്കയിലും പോയി തിരിച്ചുവിടെ വന്നാല് ഇത് അമേരിക്കക്കാരന് പറഞ്ഞു കൊടുത്തിട്ട് ഇവിടെ ഇപ്പൊ ഞെളിഞ്ഞിരുന്നിട്ട് വായിക്കാം. അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്.